കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. മൂകാംബിക ക്ഷേത്രത്തിൽ നടന്ന ശതചണ്ഡികാ ഹോമത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഭക്തർക്ക് വേണ്ടി സമർപ്പിക്കണേ.
ഇവിടെ പലതരത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയ്ക്ക്, അതായത് 3 ദേവിമാർക്ക് ഉള്ള ഒരേ ഒരു പൂജയാണ്. കാരണം ഇത്രയും ശക്തി സ്വരൂപിണിയായ ദേവിക്ക് എന്ത് പൂജ കൊടുക്കും എന്ന് നോക്കി ഒരു പൂജയിലും അമ്മ തൃപ്തനാവുന്നില്ല. അങ്ങനെ തൃപ്തയാവാത്ത അമ്മയ്ക്ക് ശങ്കരാചാര്യ മഹർഷി തന്നെ രൂപകൽപ്പന ചെയ്ത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി നിവേദ്യമായിട്ട് കണ്ടുപിടിച്ച പൂജയാണ് ചണ്ഡികാ ഹോമം. ശരിക്ക് ദേവീ മാഹാത്മ്യത്തിൻ്റെ 700 മന്ത്രങ്ങൾ ജപിച്ച് 700 പ്രാവശ്യം 12 കിലോ അരിയുടെ പായസച്ചോറ് വെച്ച് 700 മന്ത്രം ജപിച്ച് 700 ആവർത്തി അമ്മയ്ക്ക് വാരിക്കൊടുക്കുന്നതാണ് ചണ്ഡികാ ഹോമം. ചണ്ഡിക എന്ന് പറയുമ്പോൾ 3 അമ്മമാരെ, അതായത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, 3 അമ്മമാരുടെയും ഒറ്റ രൂപമാണ് ചണ്ഡിക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും ചണ്ഡികാ ഹോമം ചെയ്യുന്നുണ്ട്, വീടുകളിൽ വരെ ചണ്ഡികാ ഹോമം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചണ്ഡികാ ഹോമത്തിൻ്റെ പ്രാധാന്യം ആ മൂകാംബിക ക്ഷേത്രത്തിൽ മൂകാംബിക അമ്മയ്ക്ക് ശങ്കരാചാര്യർ വിധിപ്രകാരം ഉണ്ടാക്കിയ പൂജകളൊന്നാണ്. ചണ്ഡികാഹോമത്തിന് മുന്നോടിയായിട്ടുള്ള പൂജകൾക്കായി എത്തിയപ്പോൾ നാരായൺജിയോട് സംസാരിക്കാൻ നിരവധി പേർ കൂടെ കൂടി. 35 പൂജാരിമാർ 3 ദിവസം കൊണ്ട് 100 ചണ്ഡികാഹോമം നടത്തുന്നതാണ് ശതചണ്ഡികാഹോമം.
യാഗത്തിന് ക്ഷണിക്കലുണ്ട്. എങ്ങനെ എന്നാൽ അത് സമയം നിശ്ചയിക്കുന്നത് നമ്മളല്ല, ആ ദേവിയാണ്. അതുകൊണ്ട് സമയം എങ്ങനെയാൽ ദേവി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മുഹൂർത്തം സുമുഹൂർത്തം ദേവി എന്നവിടെ ദേവിയുടെ അടുത്ത് സമയം നമുക്ക് എങ്ങനെയാണ്
समर्पिता इमां दक्षिणा यथोक्ता परिषद दक्षिणा इव स्वीकृत्य करिष्यमाणा सांगा शतचंडी हवनकर्मणि त्रिकर्ण शुद्धि द्वारा अधिकार संपदस्तु इति भवन्तः अनुगृह्णन्तु। ಓಂ ಶ್ರೀ ಮೂಕಾಂಬಿಕಾಯೇ ನಮಃ. ಇನ್ನು ಮೊದಲು ಮೂಕಾಂಬಿಕಾ ಕ್ಷೇತ್ರದಲ್ಲಿ അപ്പുസ്വാമി അവರ വിശേഷമായ അനുഗ്രഹത്തിന് വേണ്ടി അവരുടെ എല്ലാ ശിഷ്യന്മാരും ഭക്തന്മാരും ഈ ഒരു സാംഗ ശതചണ്ഡിയാഗം അമ്മയ്ക്ക് സമർപ്പണം ചെയ്യാൻ പോകുന്നു. ത്രിദിന സാധ്യ 3 ദിവസം നടത്തുന്ന ഈ ഒരു മഹാശതചണ്ഡിയാഗത്തിന് ശാസ്ത്രവിധിയുമായിട്ട് ഒരു നിയമങ്ങളുണ്ട്. എങ്ങനെ തുടങ്ങണോ, എപ്പോൾ തുടങ്ങണോ, അതിൻ്റെ എന്താ സംവിധാനം. അപ്പോൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്ന ഈ ശതചണ്ഡിയാഗം ആദ്യം നമ്മൾ മഹാഗണപതി പ്രാർത്ഥന ചെയ്തിട്ട്, അമ്മയെ മൂകാംബിക പ്രാർത്ഥന ചെയ്തിട്ട്, ഗുരു ശങ്കരാചാര്യ പ്രാർത്ഥന ചെയ്തിട്ട്, ക്ഷേത്രരക്ഷക വീരഭദ്രസ്വാമി പ്രാർത്ഥന ചെയ്തിട്ട്, പിന്നെ ക്ഷേത്രപാലം, പിന്നെ ബലമുറി ഗണപതി, അങ്ങനെ പ്രാർത്ഥനയോട് കൂടി യാഗശാല വന്നിട്ട് ഇവിടെ ഈ ഒരു മഹായാഗം ചെയ്യുന്ന മുമ്പേ അതിലേക്കൊരു നിയമങ്ങളുണ്ട്. നമ്മൾ ജന്മാന്തരം ദുരിതങ്ങളും ദുർബാധകളും ഉണ്ടാകും. അത് പരിഹാരത്തിന് വേണ്ടി രാവിലെ നമ്മൾ ആദ്യം കൂഷ്മാണ്ഡ ഹോമം ചെയ്തിട്ടുണ്ട്. പിന്നെ ദേഹശുദ്ധി, സ്ഥലശുദ്ധിക്ക് വേണ്ടി, ത്രികരണ ശുദ്ധിക്ക് വേണ്ടി പഞ്ചഗവ്യ ഹോമം ചെയ്ത് എല്ലാവർക്കും പഞ്ചഗവ്യം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാ ബ്രാഹ്മണന്മാരും ഈ യാഗത്തിൽ എത്ര പേര് ബ്രാഹ്മണർ വേണോ അവർ നമുക്ക് ക്ഷണിക്കുന്ന പരിപാടിയുണ്ട്.
അപ്പോൾ അങ്ങനെ എല്ലാ ബ്രാഹ്മണന്മാരെ ക്ഷണിച്ചിട്ട് ഇവിടെ നമ്മൾ യാഗശാലയ്ക്ക് സ്വാഗതം ചെയ്യുന്ന സമയം അമ്മേ ശിവയിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ സുമുഹൂർത്തോസ്തു, ആ ശുഭമുഹൂർത്തത്തിൽ അമ്മേ ഈ ഒരു ശതചണ്ഡി യാഗം സ്വീകാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാഗശാല വന്നിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാവരും പ്രധാന സങ്കല്പം ചെയ്യാൻ പോകുന്നുണ്ട്. അതിനു മുമ്പേ കൃച്ഛ്രാചരണ എന്നും എന്താ കൃച്ഛ്രാചരണ എന്താണ്? നമ്മൾ ഈ യാഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് നമ്മൾ ത്രികരണ ശുദ്ധിയായിട്ട് അധികാരപ്രാപ്തിയാകാൻ വേണ്ടി ബ്രാഹ്മണന്മാർക്ക് നമുക്ക് ബ്രാഹ്മണന്മാർ പറയണം അധികാര സിദ്ധിരസ്തു വന്നിട്ട്. അപ്പോൾ അങ്ങനെ അധികാരം സിദ്ധിയാവണമെങ്കിൽ ത്രികരണ ശുദ്ധി ആവണം. ആ ത്രികരണ ശുദ്ധി കലിയുഗത്തിൽ എങ്ങനെയാവും? ആ സമയത്തിലൊക്കെ ഋഷിമുനികൾ ഒരു രാജം ഹോമം ചെയ്യണമെങ്കിൽ അത്ര 10,000 പശു ദാനം ചെയ്യുന്നത്, ഒരു വർഷം വ്രതമായിട്ട് എടുക്കുന്നത്, അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷം ഈ കലിയുഗത്തിൽ അത് സാധിക്കില്ല എന്നിട്ട് ഈ കലിയുഗത്തിൽ അതിനായിട്ട് നമുക്ക് കുറച്ച് നിയമം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൃച്ഛ്രാചരണം ആദ്യം നമ്മളിപ്പോൾ തുടങ്ങുന്ന പരിപാടിയാണ്. ഈ കൃച്ഛ്രാചരണം കഴിഞ്ഞ ശേഷം സങ്കല്പം, ഗണപതി പൂജ, പുണ്യാഹ, പിന്നെ വേറെ നമ്മൾ ഇന്നത്തെ പാരായണം, മഹാഗണപതി ഹോമം, നവഗ്രഹ ഹോമം, കലശസ്ഥാപനം എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഈ കൃച്ഛ്രാചരണ എന്നാൽ എന്താന്നിട്ട് ഇവിടുത്തെ വേദവിദ്വാൻ വാസുദേവ ഭട്ടം പറയുന്നുണ്ട്. ശങ്കരാചാര്യർ തപസ് ചെയ്തിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് ഈ മൂകാംബിക ക്ഷേത്രം. ഇവിടെ നിങ്ങൾ ഇന്നു മുതൽ വിശേഷമായിട്ടുള്ള ഒരു ശതചണ്ഡികാ ഹോമം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നുണ്ട്. അതിനുവേണ്ടി വിശേഷമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ശാസ്ത്രങ്ങൾ പറയാറുണ്ട്. തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ കാര്യാകാര്യ വ്യവസ്ഥിതവും. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാണ്ട് ഇരിക്കേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്രം നോക്കിയാണ്, അത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യണം എന്ന് ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനുഷ്ഠാനം ചെയ്യാൻ വേണ്ടി വിശേഷമായിട്ടുള്ള യോഗ്യതയാണ് ഞങ്ങൾ സമ്പാദിക്കേണ്ടത്. അതിൽ ആദ്യമായിട്ടുള്ളത് ഈ ഒരു കൃച്ഛ്രാചരണം. കൃച്ഛ്രാചരണം എന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടം, കായികം, വാചികം, മാനസികമായിട്ടുള്ള ഈ ത്രികരണത്തിനോ വിശേഷമായിട്ട് ഞങ്ങൾ ഒരു കഷ്ടങ്ങളൊക്കെ ഏൽപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മുമ്പ് തന്നെ ഞങ്ങൾ ഇതിൻ്റെ തുടക്കമാണ് ചെയ്യേണ്ടത്. വിശേഷമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കണം. അവിടെയൊക്കെ പോയിട്ട് നമ്മളുടെ ശരീരശുദ്ധി ചെയ്താണ്, ക്ഷേത്രത്തിൽ സ്നാനമൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ശരീരം ശുദ്ധമാക്കിയാണ് ഞങ്ങൾ തുടങ്ങേണ്ടത്. പിന്നെ നമ്മുടെ ആഹാര നിയമങ്ങളൊക്കെ 6 മാസം മുമ്പ് തന്നെ ഞങ്ങൾ ആരംഭിക്കണം എന്ന് പറയാറുണ്ട്. ആ ആഹാര നിയമങ്ങൾ, ചില വിശേഷമായിട്ടുള്ള നിയമങ്ങളൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൃച്ഛം എന്ന് പറഞ്ഞാൽ ഈ ഒരു ശുക്ലപക്ഷം പിന്നെ കൃഷ്ണപക്ഷം എന്ന് ഈ 2 പക്ഷങ്ങളാണ്. ആ ശുക്ലപക്ഷത്തിൽ ഓരോരോ ഗ്രാസമാണ് ആദ്യമായിട്ടുള്ള ദിവസത്തിൽ തുടങ്ങി 15 ദിവസം വരെ ഓരോരോ ഗ്രാസമാണ് ഞങ്ങൾ കൂടിച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ 15 ഗ്രാസം 15 ദിവസത്തിൽ. പിന്നെ 15 മാസം പിന്നെ ഓരോരോ ഗ്രാസം അത് കുറച്ചിട്ടാണ് ആഹാരം സേവിക്കേണ്ടത്. പിന്നെ അമാവാസ്യ വരുമ്പോൾ 1 ഗ്രാസമാണ്. ഇങ്ങനെ ഇതുപോലൊക്കെ കൃച്ഛം എന്ന് വേറെ പ്രാജാപത്യ കൃച്ഛനം, ചാന്ദ്രായണം, ഇങ്ങനെയൊക്കെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ ഞങ്ങൾ അനുസരിച്ച് ശരീരശുദ്ധം ചെയ്തിട്ട് ആ ശരീരശുദ്ധം മാനസിക ശുദ്ധിക്ക് വേണ്ടി ഒരു കാരണമാണ്. ആ മാനസിക ശുദ്ധി അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ നിഗ്രഹം ഇല്ലെങ്കിൽ എങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ വിശേഷ ഫലം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതിനെ കൊണ്ടാണ് ഈ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ നിയമം
ഈ ഒരു സമയത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ വളരെ കഷ്ടം. അതുകൊണ്ട് ഋഷികൾ അത് സംക്ഷേപിച്ചിട്ട് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ಯಾರೊಕ್ಕೆ ಅನುಷ್ಠಾನಗಳು ചെയ്യുന്നവർ വിശേഷമായിട്ടുള്ള പുരോഹിതന്മാർ ബ്രാഹ്മണന്മാർ ഉണ്ടോ അവരൊക്കെ ആഹ്വാനിച്ചിട്ട് ഒരു പ്രദക്ഷിണം ചെയ്തിട്ട് ഒരു ഗോദാനമോ ഇങ്ങനെ ഇരിക്കുന്നവർ ഇത് അവർക്ക് തന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു യോഗ്യതയ്ക്ക് വേണ്ടി അവർ ഒരു പ്രതിവചനം കൊടുത്താൽ നിങ്ങൾക്ക് ആ യോഗ്യത കിട്ടാറുണ്ട് എന്നാണ് ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ എല്ലാവർക്കും ഒരു പ്രദക്ഷിണം ചെയ്തിട്ടാണ് ഇവർ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ബ്രാഹ്മണന്മാർ പറയാറുണ്ട് എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ മഹത്വമുള്ള ഈ ഒരു കർമ്മം ചെയ്യാനുള്ള യോഗ്യത അമ്മ അനുഗ്രഹിക്കട്ടെ എന്നാണ് എല്ലാവരും ഈ സമയത്ത് ഒരു പ്രതിവചനം തരുന്നുണ്ട്. സാംഗശതചണ്ഡീ ഹവനകർമ്മണി അധികാര സമ്പദസ്തുതി ഋണ്ണന്തു അധികാര സമ്പദസ്തു അധികാര സമ്പദസ്തു അധികാര സമ്പദസ്തു अभीप्सितार्थ सिद्धार्थं बोधितो यस्वरीरपि सर्वविघ्नचिदेतस्मै गणाधिपतये नमः। सर्वेषु कार्येषु समस्तरेषु कार्येषु तथैश्वरेश्वरः सर्वस्वरूपी भगवान् नायमानमस्त्राङ्गल्याभिवृद्धये यत्र योगेश्वरः कृष्णो यत्र पार्थो धनुर्धरः तत्र श्रीर्विजयो भूत्र ध्रुवाणि कर्मधर्मः नन्याश्चिन्तयन्तो मायेजना प्रियुपासरे तेषां मृत्याभियुक्तानां योगक्षेमं वहाम्यहम्। मङ्गलं पुण्डरीकाक्षो मङ्गलं गरुडध्वजः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरि नारायणि नमोऽस्तुते सर्वमङ्गलदातारो पार्वती परमेश्वरो गणेशस्कन्द संयुक्तो वन्दे वाञ्छितसिद्धये विश्वो नाम रूपाभ्याया देवी सर्वमङ्गला तयोस्तं स्मरणात्मं सां सर्वतो जयमङ्गलम् तदेव लग्नं सुदिनं तदेव ताराबलं चन्द्रबलं तदेव विद्याबलं दैव बलं तदेव लक्ष्मीपदे तेऽङ्घ्रिकं स्मरामि श्रीलक्ष्मीनारायणाभ्यां नमः श्रीवाणी हिरण्यगर्भाभ्यां नमः श्री सीतारामाभ्यां नमः श्री सती पुरन्दराभ्यां नमः श्री अरुन्धती वसिष्ठाभ्यां नमः। गायत्री छन्दः श्री महागणपतिर्देवता ओम गंगणपतये नमः। एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो दन्तः प्रचोदयात्। एकदन्तं चतुर्हस्तं वाशमङ्कुशधारिणं पदं च वरदं हस्तैर्बिभ्राणमोदगध्वजं रक्तं लम्बोदरं चोपकर्णकं रक्तगन्धानुलिप्ताङ्गं रक्तपुष्पैः सुपूजितं वर्तानुगमनं देवं जगत्कारं संसारसागरं एवं ध्यायेयोगिनाम्बरः। नमो व्रातपतये नमो गणपतये नमः प्रवथपतये नमस्ते नमोदराय गणपतये शिवकाय श्रीवरदनाय नमः। ब्रह्मभूताय कल्पते सर्वविघ्नैर्न बाध्यते सर्वतः सुखमेधते पञ्चमहापापाश्वरपच्यते राजमधेयानो दिवसगतं पापं नाशयते रात्रधेयानो रात्रिगतं पापं नाशयते राजं प्रातः प्रयुञ्जानपतये नमः सर्वत्राधेयानोपविघ्नो भवते धर्मार्थकाममोक्षं च विन्दते इदमथर्वशीर्षमजश्चायन देयं रोयते मोहाद्दास्यते पापीयान् भवते सहस्रावर्तनाद्यङ्गामधीते ब्रह्मपुत्र एव सवनेषु शंससे वृषे एव भाजेषु सुमतेरपीत्या सर्वतो नः शकुने भद्रमावाद विश्वतो नः शकुने पुण्यमावाद। यत्पुण्यं नक्षत्रं तत्पट्कुरुवेतोपविशन् यदा वेशोऽद्य उदेते अथ नक्षत्रं नैते यावत् तत्र सूर्यो गच्छेत् यत्र जघन्यं पश्य। सह कुटुम्बने महाजनान् नमस्कुर्वाणाय आशीर्वचनोपेक्षमाणाय साङ्गशतचण्डीवनाङ्गत्वेनाद्य करिष्यमाण महागणपति होम नवग्रह होम कलशस्थापन मण्डप संस्कारादिकर्मणाम्
ॐ वृद्धिं भवन्तो ब्रुवन्तो ॐ वृध्यता ॐ वृद्धिं भवन्तो ब्रुवन्तो ॐ वृध्यता ॐ वृद्धिं भवन्तो ब्रुवन्तो ॐ वृध्यता ततः शुक्रांगारकवध बृहस्पति शनीश्वर राव केतु सोम सहित हरित्रोगा सर्वे ग्रहाः प्रियन्ताम् परिवार श्री महाकाली महालक्ष्मी महासरस्वती स्वरूपिणी चंडिका दुर्गा प्रियताम् कुलदेवता प्रियताम् महागणपति प्रियताम् हरिद्याद्रमग्रह देवताः प्रियन्ताम् शकुन निमित्त स्वप्ना शिवा भवन्तु आयुषो वृद्धिरस्तायुषो वृद्धिरस्तु शिवकं शोमस्तु सर्वग्रह सक्कस्थितमस्तु प्रत्यायेताश्वसन्तु बहिर्देशे अरिष्टनिरसनमस्तु यत्तापं तत्परितेतमस्तु यच्छ्रेयस्तरस्तु उत्तरे कर्मण्यविघ्नमस्तु उत्तरोत्तरमहरहराभिवृद्धिरस्तु उत्तरोत्तराग्र्या शुभाः सम्पद्यन्ता द्वितीकरणमुहूर्तनक्षत्रग्रेवताः कलशं वक्तिरुधारापय सत्यात्वा विशन्तिन्दवस्तमुद्रमिव सहस्राभजपदया उत्सुरजगं समानाय प्रमोषी ॐ भोः वर्णमावाहयामि ॐ भुवः वर्णमावाहयामि स्वः वर्णमावाहयामि ॐ भूर्भुवः स्वः वर्णमावाहयामि अवाहिता मातृका देवता सहित वरुणाय नमः ध्यानं समर्पयामि ॐ आवाहनं समर्पयामि स्वागतं समर्पयामि पाद्यं समर्पयामि अर्घ्यमर्घ्यं समर्पयामि आचमनं समर्पयामि पुष्पाणि समर्पयामि गौरी नमः शान्ति शिवदूत्यै नमः महामायाय नमः योगनिद्राय नमः जय नमः अपां पतये नमः ॐ दूरति दूरदूरं तद्दूरमेयोस्मान् कदलीपक्वं काढमि पञ्चनैवेद्यं निवेदयामि प्राणाय स्वहं पानाय स्वाम्यानाय मध्ये पानीं समर्पयामि समर्पितं निवेद्यं विसर्जयामि ताम्बूलं समर्पयामि पूजार्थे दक्षिणां समर्पयामि ॐ महे बुद्धियमन्त्रं मे गोपाय हृदयस्त्रे विदाविदुः प्रचस्तामादेवते गायत्री ध्रुवन्ते राजारुणा ध्रुवन्ते मंगलनीराजनं समर्पयामि ॐ तन्नो अग्ने वरुणस्य विद्वान् देवस्य हेदोवयासिष्ठा यजिष्ठो वन्नितमश्यो शुजानो विश्वा प्राप्त्यर्थं नवग्रह होमात्मकं समस्त अपमृत्यो ध्रुवमृत्यो उग्रमृत्यो महामृत्यो पीडा परिहारा अर्थं जन्म जन्मांतरे वा संपादिता समस्त पाप निरसन अर्थं सुज्ञान सद्गुण प्राप्त्यर्थं मृगव्याधादि एकादश रुद्राणाम् अनुग्रह प्राप्ति अर्थं शतरुद्र पारायण पूर्वक रुद्र होमं सविता प्रीत्यर्थं आयुष्य आरोग्य प्रतिबंधक समस्त दोष दुरित निवारण अर्थं गायत्री होमात्मकं अस्माकं सर्वेषां भक्तमहाजनानां परस्पर दंपत्योः अन्योन्यता ऐक्यमत्या पुत्रपौत्रादि संपत् अभिवृद्धि अर्थं गृहे अलक्ष्मी निवारण अर्थं महालक्ष्म्याः स्थिरता प्राप्ति अर्थं श्री सूक्ता पुरुष सूक्ता होमात्मकं तथा च श्री महाकाली महालक्ष्मी महासरस्वती स्वरूपिणी चंडिका
ದುರ್ಗಾಯಾಃ ಪರಮ ಅನುಗ್ರಹೇಣ ಮಮ ಮಹಾಸ್ವಾಮಿನಾಂ ಮನಸಿ ಚಿಂತಿತ ಸಂಕಲ್ಪ ಸಿದ್ಧ್ಯರ್ಥಂ ಸರ್ವೇಷಾಂ ಭಕ್ತಮಹಾಜನಾನಾಂ ಉಪರಿ ತೇಷಾಂ ಅನುಗ್ರಹ ಪ್ರಾಪ್ತಿ ಅರ್ಥಂ ಅಸ್ಮಿನ್ ಕೋಲಾಪುರ ಮಹಾಕ್ಷೇತ್ರೇ ಮೂಕಾಂಬಿಕಾಯಾಃ ಸನ್ನಿಧೌ ಅದ್ಯ ಆರಭ್ಯ ತ್ರಿದಿನ ಸಾಧ್ಯಂ ಶತಚಂಡಿ ಪುರಶ್ಚರಣ ಹೋಮಂ ಕರಿಷ್ಯೆ ಏತತ್ ಕರ್ಮ ಆಚಾರ್ಯ ಮುಖೇನ कारयिष्ये मगस्तमे द्रवणन्तमे भर्ता च मे क्षमस्तमे धृतिस्तमे विश्वन्तमे महस्तम संमित्तमे ज्ञात्रन्तमे सोस्तमे प्रसोस्तमे हिरन्तमे लयस्तमभृतन्तमे मृतन्तमे लक्ष्मन्तमे नामयत्तमे देवातस्तमे दीर्घायत्वन्तमे न मित्रन्तमे भवन्तः सर्वज्ञाः सकलभुवनेरूढयशसो वयं तावत् बालाः सरसवचनेनैव निपुणाः तथापि यं वाणी विशतु भवतां कर्णकुहरे किशोरस्यालापः खलु भवति पित्रोरतिमुदे ॐ नमः सदसे नमः सदसस्पतये नमः सखीनां पुरोगाढां चक्षुषे नास्ति सत्यात् परो धर्मः सन्तुष्टिर्नात्मजात् परा नान्नदानात् परं दानं ವಂದನಾ ನೋಪಚಾರಕಂ. ಮೂಕಾಂಬಿಕಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಇವತ್ತಿನ ದಿವಸದಿಂದ 3 ದಿನಗಳ ಕಾಲ ತ್ರಿವೇಂದ್ರಮ್ಮಿನ ಜಯನಾರಾಯಣ ಅಂತ ಹೇಳುವವರು ಅವರ ಗುರುವಿಗೆ ಈ ಒಂದು ಯಾಗವನ್ನ ಸಮರ್ಪಣೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಯಾವುದೇ ವೈಯಕ್ತಿಕ ಆಸೆ ಆಕಾಂಕ್ಷೆಗಳಾಗಲಿ, ಯಾವುದೇ ವೈಯಕ್ತಿಕ ವ್ಯಕ್ತಿಗಳ ಬಗ್ಗೆ ಆಗಲಿ ಇಲ್ಲಿ ಸಂಕಲ್ಪಕ್ಕೆ ಪ್ರಾಧಾನ್ಯತೆ ಇಲ್ಲ ಅಂತ ಸ್ಪಷ್ಟವಾಗಿ ಅವರು ನನಗೆ ಸೂಚನೆ ಕೊಟ್ಟಿದ್ದಾರೆ. ಸಾಮಾನ್ಯ ಈ ಕ್ಷೇತ್ರದಲ್ಲಿ 210ರ ಸಮೀಪದಲ್ಲಿ ಚಂಡಿಕಾವ ಪ್ರತಿ ವರ್ಷವೂ 17 ವರ್ಷಗಳ ಕಾಲ ಪ್ರತಿ ತಿಂಗಳು 1 ತಿಂಗಳು ಯಾವುದೇ ಶೂತಗಾದಿಗಳು ಬರದೆ, ಆರೋಗ್ಯ ಸಮಸ್ಯೆ ಬರದೆ ನಿರಂತರವಾಗಿ ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಈ ಒಂದು ಸಾಧಾರಣ 200 ಚಂಡಿಕಾ ಹೋಮವನ್ನ, 1 ಶತಚಂಡಿ ಹೋಮವನ್ನ, ಅನೇಕ ನವಚಂಡಿಗಳ ಹೋಮವನ್ನ ಮಾಡುತ್ತಾ ಈ ದಿವಸ 2ನೇ ಬಾರಿಗೆ ಶತಚಂಡಿಕಾ ಹೋಮವನ್ನ ಅವರಿಗೆ ಮಾಡಲಿಕ್ಕೆ ಆ ಗುರು ಅಪ್ಪಸ್ವಾಮಿ ಅವರು ತಾಯಿ ಮೂಕಾಂಬಿಕೆ ಅನುಗ್ರಹ ಮಾಡಿದ್ದಾರೆ. ಎಲ್ಲ ಗುರು ಬ್ರಹ್ಮ, ಗುರು ವಿಷ್ಣು, ಗುರುದೇವ ಮಹೇಶ್ವರ, ಗುರು ಸಾಕ್ಷಾತ್ ಪರಬ್ರಹ್ಮ ಬರೀ ಹೇಳೋದು ಮಾತ್ರ ಅಲ್ಲ, ಮಾಡಿ ತೋರಿಸಿದ್ದಾರೆ. ಎಲ್ಲ ಗುರುವಿಗೆ ಸಮರ್ಪಣೆ ಮಾಡಿದ್ರೆ ಏನಾಗ್ತದೆ ಅಂತ ಜೀವಂತ ಸಮಾಧಿ ಆಗಿದ್ದ ಆ ಗುರು ಅಪ್ಪಸ್ವಾಮಿ ಅವರು. ಹಾಗಾಗಿ ಎಲ್ಲ ನಾನು ಗುರುವಿಗೆ ಸಮರ್ಪಣೆ ಮಾಡಿದ್ದೇನೆ, ಎಲ್ಲ ದೇವಿಗೆ ಅದೇನಿದ್ರು ಸಮರ್ಪಣೆ ಆಗಿದೆ, ವೈಯಕ್ತಿಕ ಇಲ್ಲ, ಯಾವುದೇ ವ್ಯಕ್ತಿಯ ಸಂಕಲ್ಪ ಮಾಡ್ಲಿಕ್ಕಿಲ್ಲ ಅಂತ ಸ್ಪಷ್ಟವಾಗಿ ಅವರು ಸೂಚನೆ ಕೊಟ್ಟಿದ್ದಾರೆ. ಹಾಗಾಗಿ ಗುರುವಿನಿಗೆ ಎಲ್ಲ ಸಮರ್ಪಣೆ ಮಾಡಿದ್ರಿಂದ, ಗುರುವೇ ಎಲ್ಲ ಆದ್ರಿಂದ ಗುರುವಿಗೆ ಸಮರ್ಪಣೆ ಮಾಡಿದ್ದೇನೆ ಅಂತ ಆ ಒಂದು ಸಂಕಲ್ಪದಿಂದ ನಾವು ಇವತ್ತಿನ ದಿವಸದಿಂದ ಈ ಒಂದು ಶತಚಂಡಿ ಯಾಗವನ್ನ ಆರಂಭ ಮಾಡಿದ್ದೇವೆ. ಹಾಗಾಗಿ ನಿಮ್ಮೆಲ್ಲರನ್ನೂ ಇಲ್ಲಿ ನಾವು ವಿಶೇಷವಾಗಿ ಆಹ್ವಾನ ನೀಡಿದ್ದೇವೆ. ಈ ಒಂದು ಶಾಂಗ ಶತಚಂಡಿಕಾ ಹೋಮವನ್ನ ಯಜಮಾನ ಪರವಾಗಿ ನಾನು ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೇನೆ. ನೀವೆಲ್ಲ ತಿಳಿದೋ ಇದ್ದೀರಿ, ವೇದ ವಿದ್ವಾಂಸರು, ನಾವೇನು ಹೇಳಲಿಕ್ಕಿಲ್ಲ. ಯಾಕಂದ್ರೆ ಪ್ರತಿ ಬಾರಿ ನಾವು ಹೇಳ್ತಾ ಇದ್ದೇವೆ, ನೀವೆಲ್ಲದೂ ಶಾಸ್ತ್ರದ ಪ್ರಕಾರ ನಾವು ನಡೆಸಿಕೊಟ್ಟಿದ್ದೀರಿ. ಅದೇ ಪ್ರಕಾರವಾಗಿ ಈ ತಿದಿರ ಸಾಧ್ಯ ಸಾಂಗ ಶತಚಂಡಿಕಾ ಹೋಮವನ್ನ ಶಾಸ್ತ್ರವಿಧಿ ಪ್ರಕಾರವಾಗಿ ನಡೆಸಿಕೊಟ್ಟು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ಸಾಗಿ ನಡೆಸಿಕೊಳ್ಳಲಿಕ್ಕೆ ನೀವೆಲ್ಲ ತಮಗೆ ಆಶೀರ್ವಾದ ಮಾಡಬೇಕು. ಮತ್ತೆ ಯಜಮಾನಿಗೆ ಸಂಕಲ್ಪ ಏನೂ ಇಲ್ಲ, ಆ ಗುರುವಿಗೆ ಸಮರ್ಪಣೆ ಮಾಡಿ, ದೇವಿಗೆ ಸಮರ್ಪಣೆ ಮಾಡಿದ ಸಂಕಲ್ಪ ಲೋಕ ಸಮಸ್ತ ಸುಖಿನೋ ಭವಂತು ಅಂತ ಹೇಳಿದಾಗೆ ಲೋಕಕ್ಕೆ ಒಳ್ಳೆಯದಾಗಬೇಕು, ವಿಶ್ವಶಾಂತಿ ಆಗಬೇಕು, ಎಲ್ಲರಿಗೂ ಸಮೃದ್ಧಿ ಆಗಬೇಕು. ಅಲ್ಲಿ ಮಾಡಿ ನಾವು ಆ ಲೋಕದೊಳಗೆ ನಾವು ಇರುವುದರಾದ್ರಿಂದ ಅದೆಲ್ಲ ಸಂಕಲ್ಪ ನಮಗೆ ಸೇರ್ತದೆ. ಹಾಗಾಗಿ ತಮಗೆಲ್ಲರಿಗೂ ಮತ್ತೊಮ್ಮೆ ಸ್ವಾಗತ ಬಯಸುತ್ತಾ ಈ ಒಂದು ಸಾಂಗ ಶತಚಂಡಿಕಾ ಹೋಮವನ್ನ
ನಿರ್ವಿಘ್ನತೆಯಿಂದ ನಡೆಸಿಕೊಂಡು ತಾಯಿ ಮೂಕಾಂಬಿಕೆ ಅನುಗ್ರಹದಿಂದ ತಾವೆಲ್ಲರೂ ಇದಕ್ಕೆ ಈ ಭಾಗದಲ್ಲಿ ಭಾಗಿಯಾಗಿ ತಾವು ಶಾಸ್ತ್ರವಿಧಿ ಪ್ರಕಾರ ನಡೆಸಿಕೊಡ್ಬೇಕಂತ യജമാന്റെ പരವಾಗಿ താൻ കേൾക്കുന്നു. ഇങ്ങനെ നമ്മള് വിശേഷമായിട്ട് ഇന്നു മുതൽ മൂകാംബിക ക്ഷേത്രത്തിൽ എത്രയോ വർഷങ്ങളെ കാല ആ ഗുരു അപ്പസ്വാമി അനുഗ്രഹം കൊണ്ട് ഈ ക്ഷേത്രത്തിലിട്ട് എത്രയോ 200 ഹോമം മേലെ ചെയ്തിട്ട് എത്രയോ നവചണ്ഡിക ഹോമം ചെയ്തിട്ട് പിന്നെ ഒരു ശതചണ്ഡിക ഹോമം ചെയ്തിട്ട് ഇന്ന് നമ്മൾ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ശതചണ്ഡിയാഗം ഹോമം ചെയ്യാൻ വേണ്ടി പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് മുതൽ 3 ദിവസങ്ങളും കാലം ഈ ക്ഷേത്രത്തിൽ ജയനാരായണൻ ഒരു എല്ലാ ശിഷ്യന്മാർ അപ്പസ്വാമിയുടെ ശിഷ്യന്മാർ ഈ ഹോമത്തിൽ ഒന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് നമ്മള് ഹോമം ഈ ശതചണ്ഡികാഗം എല്ലാ ബ്രാഹ്മണന്മാരും ഇവിടെ സ്വാഗതം ചെയ്തിട്ട് ആരംഭിക്കാൻ പോകുന്നുണ്ട്. ആദ്യം ഗണപതി പൂജം പുണ്യാഹം എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ബ്രാഹ്മണർക്കും ഈ ഹോമം ചെയ്യാൻ അധികാരം. ശാസ്ത്രവിധി എങ്ങനെ ഉണ്ട്? നമുക്കൊന്നും ശാസ്ത്രവിധി അറിയില്ല. എല്ലാ ശാസ്ത്രവിദ്യ എല്ലാ 4 വേദത്തിന്റെ ആളും എല്ലാ ശാസ്ത്രം അറിഞ്ഞ ആൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ശാസ്ത്രവിധി എങ്ങനെ ഉണ്ടോ ഇന്ന് മുതൽ ഈ 3 ദിവസം ശാങ്ക ശതചണ്ഡിയാഗം ഹോമം ചെയ്തിട്ട് നമ്മളെല്ലാ ബ്രാഹ്മണർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളിപ്പോ തുടങ്ങുന്നത് 20 പേര് 40 പാരായണം. എന്നാൽ 700 ശ്ലോകത്തിന്റെ മാലാമന്ത്രം ചണ്ഡിക സപ്തശി ശ്ലോകം ഇന്ന് 40 പാരായണം ചെയ്യുന്നുണ്ട്. നാളെ 20 പേര് 60 പാരായണം, അപ്പൊ 100 പാരായണം ശതചണ്ഡി എന്നാൽ 100 പാരായണം ചെയ്യണം. അതിന്റെ ദശാംശ ഹോമം 700 ശ്ലോകത്തിന്റെ മാലാമന്ത്രം 100 പാരായണം ചെയ്താൽ 70,000 ശ്ലോകാവും. 70,000 ശ്ലോകത്തിന്റെ ദശാംശം 7,000 പ്രാവശ്യം നമ്മള് ഹോമം പായസദ്രവ്യം കൊണ്ട് ഓരോ ക്വിന്റൽ 100 കിലോ പായസം അവസാന ദിവസം നമ്മള് യജ്ഞമുഖേനം ചണ്ഡികാ ദുർഗാദേവിക്ക് ആഹുതി കൊടുക്കുന്നു. ഇന്ന് നമ്മള് 1 ലക്ഷം പ്രാവശ്യം ചണ്ഡിക നവാക്ഷരി മൂലമന്ത്രം ജപം ചെയ്യുന്നുണ്ട്. അതിന്റെ ദശാംശം 10,000 പ്രാവശ്യം ആജ്യാഹുതി നെയ് കൊണ്ട് ആഹുതി കൊടുക്കുന്നുണ്ട്. അത് 3-ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കലശസ്ഥാപന, ചണ്ഡികാപാരായണം 40, പിന്നെ മഹാഗണപതി ഹോമം, പിന്നെ നവഗ്രഹ ഹോമം. നാളെ ശ്രീസൂക്ത ഹോമം, പുരുസൂക്ത ഹോമം, ഗായത്രി ഹോമം, പിന്നെ രുദ്രം ശതരുദ്രം പറഞ്ഞിട്ട് അതിന്റെ ദിശം പിന്നെ രുദ്രനക്ക് ഹോമം ചെയ്യാനുണ്ട്. പിന്നെ ഇന്ന് നമ്മള് 205 പേർക്ക് സുഹാസിനെ പൂജ ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ന് ഉച്ച 4 മണിക്ക് സുഹാസിനെ പൂജ ചെയ്യുന്നുണ്ട്. പിന്നെ വൈകുന്നേരം അഷ്ടാവധന സേവ, ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവണവേദ, അഷ്ടക സംഗീതം, പിന്നെ ലളിതാ സഹസ്രനാമം ഇന്ന് ചെയ്യുന്നുണ്ട്. നാളെ അതേപോലെ വീണ്ടും വൈകുന്നേര അഷ്ടാവധന സേവ ഉണ്ട്. പിന്നെ അഗ്നിജനനം, അരണി മുഖേനം അഗ്നി എടുത്തിട്ട് ആ അഗ്നി തന്നെ നാളെ നമ്മള് അഗ്നി പ്രതിഷ്ഠ ചെയ്യും. സംസ്കാരം ഷോഡശ, ഒരു കുട്ടി ജനിച്ചാൽ എങ്ങനെ ഷോഡശ സംസ്കാരമുണ്ട് അതേപോലെ അഗ്നിക്ക് ഷോഡശ സംസ്കാരമുണ്ട്. നാളെ വൈകുന്നേരം നമ്മള് അരണി മുഖേനം അഗ്നി എടുത്തിട്ട് ആ അഗ്നിയില് നമ്മള് മറ്റന്നാളെ ആ അഗ്നി ഇവിടെ തന്നെ ഉണ്ടായിട്ട് മറ്റന്നാളെ ആ അഗ്നിയിൽ തന്നെ ഈ ചണ്ഡികാ ദുർഗ ഹോമത്തിന്റെ പൂർണ്ണാഹുതി ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാം പ്രാർത്ഥിച്ചോളൂ. ഈ ഇങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതേ വലിയ ഭാഗ്യം. ഇങ്ങനെ ഒരു ശതചണ്ഡി യാഗത്തില് നിങ്ങൾ വരണമെങ്കിൽ ദേവിയുടെ ജന്മാന്തരത്തിന്റെ പുണ്യം നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാം. നമ്മള് ഇന്ന് മുതൽ ചെയ്യുന്ന ഈ ഒരു ഗുരുക്ക് അമ്മയ്ക്ക് സമർപ്പണം ചെയ്തിരിക്കുകയാണ്. ആ ഒരു ശതചണ്ഡി യാഗം നിർവിഘ്നമായി നടന്നിട്ട് അതിന്റെ സമ്പൂർണ്ണ ഫലം എല്ലാവർക്കും ഈ വിശ്വത്തിലുള്ള എല്ലാവർക്കും കിട്ടണം. വിശ്വശാന്തി, ലോക കല്യാണം, എല്ലാ ലോകാസമസ്ത സുഖനുഭവന്തു. ആ ഗുരുയുടെ അപ്പുസ്വാമിയുടെ മൂകാംബികയുടെ പരിപൂർണ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണമായിട്ട് നമ്മൾ കൂടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. സുപ്രസന്നേ പ്രകർത്തവ്യം കർമ്മേധം ഹരിപൂർവകം ഭവതാഭ്യർത്ഥിതാ വയം സുപ്രസന്നാഃ പ്രകുർവാമഃ കർമ്മേദം വിധിപൂർവകം. ഓം ന കർമ്മണാന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശോ യോ വേദാദോസ്തരഃ പ്രോക്തോ വേദാന്തേ ച പ്രതിഷ്ഠിതഃ പദവാക്യ പ്രമാണ പാരാവാരപാരേണ യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധ്യഷ്ടാംഗ യോഗാനുഷ്ഠാന നിഷ്ഠ
षड्दर्शनस्थापनाचार्या तपश्चक्रवर्त्याद्यनेक विशेषण विशिष्टा श्रीमज्जगद्गुरो शंकराचार्य शिष्या श्री सुरेश्वराचार्य ज्येष्ठ शिष्या श्री विद्यानंदाचार्य विच्छिन्न गुरु परंपरा प्राप्त सकल निगमागमसार हृदय सांख्यत्रज प्रतिपादक वैदिक मार्ग प्रवर्तक सर्वतंत्र स्वतंत्रादि बिरुदांकित विद्यानगर महाराजधानी वैभव सिंहासनाधीश्वर विख्यात व्याख्यान सिंहासनारूढ़ श्रीमद्राजाधिराज गुरु श्री गोकर्ण मंडलाचार्य श्रीमच्छतशृंगपुरवराधीश्वर श्रीमच्छरावती तीरवास आचार्य पर्यन्तां वन्दे गुरु परम्पराम् गुरवे सर्वलोकानां विषये भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। मूर्तिपन्तामहं ऋणे भगवन् सर्वधर्मज्ञ सर्वधर्मभृताम्बर वितते मम यागेऽस्मिन् सदस्यो भवसूरता सङ्कल्पितकर्मणि शेषगिरिशर्माणं ब्राह्मणं गौतमगोत्रोद्भवं सदस्यन्तामहं ऋणे प्रारीप्सितस्य यज्ञस्य हवनस्य च निर्विघ्नेन समाप्त्यर्थं त्वामहं गाणपं ऋणे सङ्कल्पितकर्मणि कृष्णशर्माणं ब्राह्मणं मधुपर्कपूजा सम्पूर्णफलावाप्तिरस्तिर्भवन्तो सम्पूर्णफलावाप्तिरस्तो सुफलमस्तु सुदक्षिणमस्तु। ॐ ब्रह्मणस्पते त्वमस्य यन्ता सूक्तस्य बोधितनयं च जिन्वा विश्वं तद्भद्रं यदवन्ति देवाः बृहद्वदेव विदधे सुवीराः स एकुं सत्येभिः सखिभिः शुचद्भिः बोधाय संविदनसैरतर्दत ब्रह्मणस्पतिर्वृषभिर्वरायैः कर्मस्वेदेभिर्द्रविणं जानत ब्रह्मणस्पतेरभवद्यथा वशम् सत्यो मन्यर्महि कर्मा करिष्यतः योगा उदाजत्स दिवे विचा भजत महेवरेति शवसा सरत् स इषु हस्ते सनिर्यम् तेन मे सफलावाप्तिर्भवेज्जन्मनि गुरुचरणारविन्दाभ्यां नमः। ಹಾಗೆ ಎಲ್ಲ ವೃತ್ತಿಜರಿಗೂ ಸೂಚನೆ. ಉಪಹೋಮ ಕರ್ತಾರರಾಗಿ ಸುಬ್ರಹ್ಮಣ್ಯ ಭಟ್ಟ ಎಂಕೆ, ಸುಬ್ರಹ್ಮಣ್ಯ ಭಟ್ಟ ಹುಲಿಮನೆ, ಗಣೇಶ್ ಭಟ್ರು, ಸುಧೀರ್ ಭಟ್ರು, ರಾಘವೇಂದ್ರ ಭಟ್ಟ ಸಾಗರ, ಗೋಪಾಲ್ ಭಟ್ ಗುಮ್ಮಾನಿ, ದೀಪಕ್ ಭಟ್ಟ, ಹೇರಂಬ ಭಟ್ರು ಇವರೆಲ್ಲ ಉಪಹೋಮ ಕರ್ತಾರರಾಗಿರ್ತಾರೆ. ಮತ್ತು ಉಳಿದಂಥವ್ರು ಎಲ್ಲರೂ ಕೂಡ ಪಾರಾಯಣ ಕರ್ತಾರರಾಗಿ ಸಹಕರಿಸಬೇಕು. ಹಾಗೆ ಮಧುಪರ್ಕವನ್ನ ಇವತ್ತು ನಾಳೆ ನಾಡ್ದು 3 ದಿವಸ ಉಡಬೇಕು. ಬೇರೆ ಬೇರೆ ಇದಿದೆ, ನೀವು ನೋಡ್ಕೊಂಡು ಇಟ್ಕೊಂಡು ಬನ್ನಿ. ಇವಾಗ ಮಧುಪರ್ಕ ಧರಿಸ್ಲಿಕ್ಕೆ ಒಂದು 10 ನಿಮಿಷ ಸಮಯ ಇರುತ್ತದೆ. മധുപർക്കവನ್ನ ധരിಸಿ ತಾವೆಲ್ಲ ಇಲ್ಲಿ ചിത്തയിಸಬೇಕು ಅಂತ ಹೇಳಿ പ്രാർത്ഥിಸ್ತೇವೆ. മണിക്കൂറുകൾ നീണ്ടുനിന്ന ചണ്ഡികായാഗത്തിന്റെ ഏതാനും ഭാഗങ്ങളാണ്, സുപ്രധാനമായ ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിലായി നിങ്ങൾക്ക് കാണാം.